നമസ്കാരം. മനുഷ്യക്കടത്ത്, മനുഷ്യക്കടത്തുകാർ, ഈ വാക്കുകളൊക്കെ നമുക്ക് ഭയങ്കര സുപരിചിതമാണ്. ഇതിനെ ചുറ്റിപ്പറ്റി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈയിടെയായിട്ട് കേൾക്കുന്നുണ്ട്, വായിക്കുന്നുമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഈ ഒരു മനുഷ്യക്കടത്തിന് ഇരയായിട്ടുള്ള ഒത്തിരി വ്യക്തികൾ നമ്മുടെ ഭാരതത്തിലുണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ മനുഷ്യക്കടത്തുകാർക്ക് വെല്ലുവിളികൾ ജനിപ്പിക്കുന്ന, മനുഷ്യക്കടത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന ഒട്ടനവധി സിസ്റ്റേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ആസാമിൽ നിന്ന് സിസ്റ്റർ പ്രേമ. സിസ്റ്ററെ, ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സിസ്റ്റർ എവിടെയാണ്? സിസ്റ്റർ ഏത് ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്? അതുപോലെ തന്നെ എത്ര കാലമായി സന്യാസ ജീവിതം ആരംഭിച്ചിട്ട്? അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ബ്രീഫ് ചെയ്ത് പറയാമോ? ഞാൻ സിസ്റ്റർ പ്രേമ, ബിലോങ്ങിങ് ടു ദ കോൺഗ്രിഗേഷൻ. എൻ്റെ കോൺഗ്രിഗേഷൻ്റെ പേരാണ് സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രോസ്. ഇന്ന് ഇന്ത്യയിൽ ഞങ്ങളെ അറിയുന്നത് ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് എന്നാണ് അറിയാം. ഞാൻ ഈ സഭയിൽ ചേർന്നിട്ട് ഒരു 46 years ആയി ഓൾമോസ്റ്റ്. ഞാൻ പ്രധാനമായി ജോലി ചെയ്യുന്ന മേഖലയാണ് ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിലെ മനുഷ്യ കടത്തെന്ന് പറയും, മനുഷ്യക്കടത്ത്. അപ്പോൾ ഈ മനുഷ്യക്കടത്തിലാണ് ഞാൻ ഇത്രയും കുറേ വർഷം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയാനായിട്ട്, ഈ മേഖലയിൽ ഞാൻ ജോലി ചെയ്യുന്നത് അത് എളുപ്പമുള്ള മേഖലയൊന്നുമല്ല. എന്നാലും ഞാൻ അത് തിരഞ്ഞെടുത്തു. ഈ ചില കോൺഗ്രിഗേഷൻസ് ഇതിനു വേണ്ടി തന്നെ തുടങ്ങിയതുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി പുതിയതല്ല എന്നാണ് ഞാൻ പറയാൻ വരുന്നത്. പണ്ടേ സിസ്റ്റേഴ്സൊക്കെ ചെയ്തിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ അത് ഒരു പുതിയ പേരിലും വരുന്നുണ്ട്. അത് മോഡേൺ സ്ലേവറി എന്ന് ഞങ്ങൾ പറയും. അപ്പോൾ ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മനുഷ്യരെ കടത്തുന്നത്, മനുഷ്യരെ വിൽക്കുന്നത്, സാധാരണ വെജിറ്റബിൾസും ആനിമൽസിനെയൊക്കെ പോലെ വിൽക്കുന്നത്, ഇത് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്നിട്ട് അതിനെ അവർക്ക് നല്ലൊരു മോഡൽ എങ്ങനെയാണ് അവർ ആൾക്കാരെ കടത്തി കൊണ്ടുപോകുന്നതെന്ന് അവർക്കുണ്ട്. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു, നമുക്ക് ഒറ്റപ്പെട്ട് ചെയ്താൽ ഇത് ശരിയാകത്തില്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെയായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു നെറ്റ്വർക്ക്, ആക്ച്വലി ഈ നെറ്റ്വർക്ക് തുടങ്ങിയത് റോമിലാണ്. അവർ തുടങ്ങിയത് അത് ഇൻ്റർനാഷണൽ തളിത്താക്കും എന്ന് പറയും. തളിത്താക്കും എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ഗേൾ അറൈസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ തളിത്താക്കും ഇൻ്റർനാഷണൽ തുടങ്ങിയത് റോമിലാണ്. വലിയ മേജർ സുപ്പീരിയേഴ്സ് എല്ലാവരും കൂടെ തുടങ്ങി. അത് ഉടനെ തന്നെ ഞങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന്, ഇന്ത്യയിൽ 2009 തൊട്ട് ഞങ്ങൾ ഈ നെറ്റ്വർക്ക് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിൻ്റെ പേര് ഇന്ത്യയിലെ അമൃത് തളിത്താക്കും ഇന്ത്യ എന്നാണ്. ഇതിൽ ഞങ്ങളൊരു 100 കോൺഗ്രിഗേഷനിലെ കൂടുതൽ സിസ്റ്റേഴ്സ് ഈ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാണ്. ഞങ്ങൾ അധികം ശബ്ദമൊന്നും വെക്കത്തില്ല, എന്നാൽ ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. മിക്ക സിസ്റ്റേഴ്സും കന്യാസ്ത്രീമാരും ഈ റിലീജിയസ് സിസ്റ്റേഴ്സ് ഇതിൽ ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അവയർനെസ് കൊടുക്കും. അപ്പം ഇതിനെപ്പറ്റി ജാഗ്രത കൊടുക്കണം. ഈ ജാഗ്രത കൊടുക്കുന്നത് എവിടെയാണ്, ഏത് ഫീൽഡിലാണ്? കൊച്ചുങ്ങൾ തൊട്ട് വലിയൊരു വരെ നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ സ്കൂളുകളിൽ കൊടുക്കണം, കോളേജുകളിൽ കൊടുക്കണം, യൂണിവേഴ്സിറ്റീസിൽ കൊടുക്കണം, എല്ലാ ഫാമിലീസിൽ കൊടുക്കണം, സൊസൈറ്റിയിൽ തന്നെ നമ്മൾ ഇതിനെപ്പറ്റി ജാഗ്രത കൊടുക്കണം. അപ്പോൾ അവയർനെസ് പ്രോഗ്രാം ഞങ്ങൾ എല്ലാവരും നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നെറ്റ്വർക്കിൽ ആർക്ക്, സോഷ്യൽ വർക്കേഴ്സിന് മാത്രമല്ല, എല്ലാവർക്കും ഇതിൽ ഒരു ഭാഗമാണ്. അപ്പോൾ അവയർനെസ് ഞങ്ങൾ കൊടുക്കും. പിന്നെ കുറേ സിസ്റ്റേഴ്സ് റെസ്ക്യൂവിലും ജോലി ചെയ്യുന്നവരുണ്ട്. റെസ്ക്യൂ ടീമിൻ്റെ കൂടെ പോവും. പോലീസ് ഉണ്ടാവും, ലോയേഴ്സ് ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് അതിലുണ്ടാവും. അങ്ങനെ ഒരു ടീമുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും. അപ്പോൾ അവരുടെ കൂടെ പോയിട്ട് കുട്ടികളെ, മുതിർന്നവരെ, അഡൾട്ട്സിനെ എല്ലാവരെയും റെസ്ക്യൂ ചെയ്യുന്നവർ കുറേ സിസ്റ്റേഴ്സ് അതിൽ ഇൻവോൾവാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളിൽ കുറേ പേര് ഞങ്ങളെല്ലാം റീഹാബിലിറ്റേഷനിലും ഇൻവോൾവാണ്. അവരെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച് പിന്നെ അവരെ വീണ്ടും റീഹാബിലിറ്റേറ്റ് ചെയ്യുക. അങ്ങനെ ഈ തളിത്താക്കും ഇന്ത്യ, അമൃത് തളിത്താക്കും ഇന്ത്യ നെറ്റ്വർക്ക് ഞങ്ങളെല്ലാം ഇതിൽ വളരെ വളരെ കാര്യമായിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. സോ ദിസ് ഈസ് മൈ സ്മോൾ ഇൻട്രഡക്ഷൻ അബൌട്ട് മീ ആൻഡ് വാട്ട് ഐ ഡു റൈറ്റ് നൗ. സിസ്റ്ററെ, ഈ മനുഷ്യക്കടത്തെന്ന് പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്രാവശ്യമായിട്ട് കേൾക്കുന്നുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി മനുഷ്യക്കടത്തെന്ന് പറഞ്ഞാൽ പണ്ട് ആൾക്കാരെ
അടിമകളാക്കി കൊണ്ടുപോകാറുണ്ട് ബൈ ഫോഴ്സ്. അതേ ഇത് തന്നെയാണ് ഇന്നൊരു പുതിയൊരു വേർഷൻ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് അതിനെ നമ്മൾ പറയുന്നത് മോഡേൺ സ്ലേവറി എന്നും പറയും, അതിനെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നും പറയും. ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഈ മനുഷ്യക്കടത്ത്. നമ്മൾ UN ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് ഫോഴ്സ്ഫുള്ളി ആരെങ്കിലും കൊണ്ടുപോവുക, ചെറിയ കൊച്ചായാലും മുതിർന്നവരായാലും വയസ്സായവർ ആരെങ്കിലും ഫോഴ്സ്ഫുള്ളി ഫാൾസ് പ്രോമിസ് കൊടുത്തിട്ട് അവരെ കൊണ്ടുപോവുക. സോ ദാറ്റ് ഈസ് ഫസ്റ്റ് തിങ് വി ഹാവ് ടു സീ. അത് കഴിഞ്ഞ് അത് കൊണ്ടുപോകുക മാത്രം ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവരുടെ അനുവാദം ഇല്ലാതെ, അപ്പൻ്റെയും വീട്ടിലെ മാതാപിതാക്കളുടെ അനുവാദം ഇല്ലാതെ അവരെ കൊണ്ടുപോകുക. ചിലപ്പം അങ്ങനെ കൊണ്ടുപോകുന്ന നേരത്ത് വേറൊരു സംഗതി ഉള്ളത് എന്നാന്ന് വെച്ചാൽ ഇവർ പൈസ എക്സ്ചേഞ്ച് ചെയ്യും. ഈ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങുന്ന പോലെ, പച്ചക്കറികൾ വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ, അല്ലെങ്കിൽ ആനിമൽസിനെ വിൽക്കുന്ന പോലെ പൈസ എക്സ്ചേഞ്ച് ഉണ്ട്. ചിലപ്പോൾ പിതാക്കന്മാർ കുറച്ച് പൈസ അവർ കൊടുക്കും, എന്നിട്ട് ഈ കൊച്ചിനെ ഞാൻ കൊണ്ടുപോയി 3 വർഷം കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറയും. ഇതൊക്കെ ശരിയുള്ളതല്ല. ഇതെല്ലാം വളരെ യുനോ ഫ്രോഡ് വേ ഓഫ് പിള്ളേരെ കൊണ്ടുപോകുന്നതാണ്. പിള്ളേരും വലിയവരെയും മുതിർന്നവരെയും കൊണ്ടുപോകുന്നു അതുപോലെ. അപ്പോൾ അതിൽ പൈസ ഇൻവോൾവ് ആണ്, എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ ഫോൾസ് പ്രോമിസസ് ഉണ്ട്. ഇതൊക്കെ ആകുമ്പം അങ്ങനെ കൊണ്ടുപോകുന്നതിനെ നമ്മൾ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയും. ഇതിപ്പം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 23 നോക്കുകയാണെങ്കിൽ അതിൽ ഈ ട്രാഫിക്കിംഗ് ഇൻ പേഴ്സൺസിനെ പറ്റിയിട്ട് അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. UN ഡെഫിനിഷൻ മാത്രമല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്, ആർട്ടിക്കിൾ 23 അതുണ്ട്. പിന്നെ 1956 ആക്ടിൽ ഇതുണ്ട്. 1956 ആക്ടിലും ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലെ 370 പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യ കടത്ത എന്നാണെന്നും അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പണിഷ്മെൻറ്റ് പെനാലിറ്റി എന്നാന്നും അതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യ കടത്തെന്ന് പറഞ്ഞാൽ ഫ്രോഡായിട്ട് ആൾക്കാരെ കൊണ്ടുപോകും, ഫോൾസ് പ്രോമിസസ് കൊടുത്തിട്ട് ആളുകളെ തട്ടിക്കുക, അവരെ തട്ടിക്കുക, അതും പൈസയും കൊടുത്ത് അങ്ങനെ കൊണ്ടുപോയിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക, എന്നിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും അവരെ വിൽക്കും. ഇതിനെയാണ് ഈ മനുഷ്യ കടത്തെന്ന് പറയുക ആക്ച്വലി. അത് ഇന്ത്യയിലും വിതിൻ ഇന്ത്യ ഓൾസോ ഔട്ട്സൈഡ് ഇന്ത്യ ഓൾസോ അവർക്ക് വിൽക്കാം, എന്ത് വിധത്തിലും വിൽക്കാം. ചിലവർ പറയും അത് പിന്നെ ജോബ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ്. ഈ ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അനുഭവത്തിലെ പല ജോബ് പ്ലേസ്മെൻറ്റ് ഏജൻസീസും രജിസ്റ്റേർഡ് അല്ല. ചിലവർ രജിസ്റ്റേർഡ് ആണ്, ബട്ട് അവരെന്നാ ചെയ്യുന്നത്, എനിക്കിവിടെ ഒരു കേസുണ്ടായിരുന്നു, 10-11 യങ് പീപ്പിൾ പോയിട്ട് കാശ്മീരിൽ പോയി അവർ ജോബ് പ്ലേസ്മെൻറ്റ് ഏജൻസിയെ അവിടെ രജിസ്റ്റർ ചെയ്ത് അവർ പിള്ളേരെ തിരിച്ചു വന്നവർ പറഞ്ഞു എന്നോട്, സിസ്റ്റർ എന്നാ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ അവിടെ മുഴുവനും മനുഷ്യരാണ്, എല്ലാവരും 3 lakhs 4 lakhs ഈ പ്ലേസ്മെൻറ്റ് ഏജൻസീസിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആൾക്കാർ ലൈനായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ 3 lakhs കൊടുത്തിട്ട് ഈ ഞങ്ങൾ എല്ലാം ഒരാളെ എടുത്തിട്ട് പറയാം, നീ ഇവൻ്റെ കൂടെ പോയിക്കോ, അവൻ്റെ കൂടെ പോയിട്ട് 3 വർഷം അവിടെ ജോലി ചെയ്തേക്കണം. അപ്പോൾ 3 വർഷത്തിന് ഇവിടെ പൈസ അവരുടെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങിയിട്ടുള്ളത് 3 ലക്ഷം. ഇത് ശരിക്കും ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അതിനകത്ത് എക്സ്ചേഞ്ച് ഫോൾസ് പ്രോമിസസ്, പിന്നെ പൈസ വിറ്റു ഈ കൊച്ചിനെ 3 ലക്ഷത്തിന് വേണ്ടി. അപ്പം അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയാം. ബട്ട് ഒരാളെ നമ്മൾ ഒരു ജോലിയുണ്ട്, ഇപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പ്രൊഫഷണലാണ് ഞാൻ, അപ്പോൾ എനിക്ക് വല്ലയിടത്തും പോയി ജോലി ചെയ്യുന്നതിന് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയാൻ പറ്റിയല്ല. ഇപ്പം എൻ്റെ ഒരു അറിയുന്ന ഒരു ആളെ എന്നെ കൊണ്ടുപോകുകയാണ് വേറെ സ്ഥലത്തേക്ക് ജോലി തരാമെന്നും പറഞ്ഞ്, എൻ്റെ മാതാപിതാക്കളുടെ പെർമിഷനുണ്ട്, അവരുടെ എല്ലാ വിധത്തിലുള്ള ലെറ്റേഴ്സും ഉണ്ട്, എന്നിട്ട് ഒരാൾ കൊണ്ടുപോവുകയാണ് ജോലി തരാമെന്നും പറഞ്ഞ് വേറെ സ്ഥലത്തേക്ക്. എന്നിട്ട് നമ്മൾ അവരെ പറ്റി അറിഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം അവർക്ക് നല്ല എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, ഈ കൊച്ചിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നത്. അതിന് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയും ആക്ച്വലി. ഇപ്പം ഞാനും ഒരു മൈഗ്രേറ്റഡ് പേഴ്സണാണ്. ഞാൻ കേരളത്തിലുള്ള ആൾ ഇവിടെ നോർത്ത് ഈസ്റ്റിലെ ആസാമിൽ വന്ന് ജോലി ചെയ്യുന്നു. അപ്പം ഞാനും ഒരു മൈഗ്രേറ്റഡ് പേഴ്സണാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് സേഫായി പോകുന്നു, അതിന് സേഫ് മൈഗ്രേഷൻ എന്ന് പറയും. ഈ മൈഗ്രേഷനിൽ അൺസേഫ് മൈഗ്രേഷൻ ഉണ്ട്. അൺസേഫ് എന്ന് പറഞ്ഞാൽ 99% അൺസേഫ് മൈഗ്രേഷനാണ്. ഈ അൺസേഫ് മൈഗ്രേഷനിലെ പകുതി മുക്കാലും ഞാൻ പറയുക പെർസെൻറ്റേജും എല്ലാം ഈ മനുഷ്യക്കടത്തിൻ്റെ ഒരു ഭാഗമാണ്. അത്
പലരും ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീടുകളിൽ പറയും ജോലി തരാമെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് പിന്നെ ഇവിടെ അവരുടെ മാതാപിതാക്കൾ പറയും 3 വർഷമായി പോയിട്ട് ഒരു പിടിയുമില്ല, അഡ്രസ്സും അറിയത്തില്ല. അവർ പറഞ്ഞു കേരളത്തിൽ കൊണ്ടുപോയി, പൂനെ കൊണ്ടുപോയി, ബാംഗ്ലൂർ കൊണ്ടുപോയി, ഇതുവരെ ഒന്നുമില്ല. അപ്പം അത് അവരെ ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയി, മൈഗ്രേഷനാണ്. ബട്ട് എവിടെ കൊണ്ടുപോയി ഇട്ടേന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് മൈഗ്രേഷൻ ആണെങ്കിലും അത് ട്രാഫിക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, അത് മനുഷ്യക്കടത്താണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു സ്ഥലത്തേക്ക് ഞാൻ, ദാറ്റ് ഈസ് മൈ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്. എനിക്ക് ഒരു ജോലി ഞാൻ ഒരു ട്രെയിനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്ത് പോയി ജോലി ചെയ്യാനുള്ളത് എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്. അപ്പം അതിനെ ഒരു മനുഷ്യക്കടത്തെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം മനുഷ്യക്കടത്തെന്ന് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഫ്രോഡായിട്ട് കൊണ്ടുപോയി വിൽക്കുന്നവരെ, അതിനെ നമ്മൾ പറയുക മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ്. യെസ്. സിസ്റ്ററെ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പ്രവർത്തന കാലഘട്ടത്തിൽ സിസ്റ്ററിന് എന്തെങ്കിലും ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, സിസ്റ്ററിന്റെ ഹൃദയത്തെ സ്പർശിച്ച എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഞാൻ ജോലി ചെയ്യുമ്പം, ജോലി ചെയ്ത് കുറേ വർഷങ്ങളായി ഈ ഒരു ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തിട്ട്, അങ്ങനെ പറയുവാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന വേറെ സിസ്റ്റേഴ്സൊക്കെ പിന്നെ NGOസും പല ഫോട്ടോസും കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ആൾക്കാരുടെ കൈ വെട്ടി, കാല് വെട്ടി, പിന്നെ ഒരാളെ ഞാൻ തന്നെ റെസ്ക്യൂ ചെയ്തപ്പം അയാൾ തിരിച്ചു വന്നപ്പം എന്നോട് പറഞ്ഞത് എങ്ങനെയാണ്, അതിനെ ഞാൻ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്നു. അപ്പോൾ അയാൾ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞതാ, ഞാൻ ഓടിപ്പോവാൻ വരികയായിരുന്നു സിസ്റ്റർ, അപ്പോൾ എൻ്റെ കാല് പിടിച്ച് ഈ വെട്ടുകത്തി കൊണ്ടുവന്നിട്ട് എൻ്റെ കാല് വെട്ടുമെന്ന് പറഞ്ഞു. അപ്പം പേടിച്ചിട്ട് വന്നില്ല. പക്ഷേ എൻ്റെ സിസ്റ്റേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. കൈയില്ലാത്തവർ 2 കൈയും വെട്ടി, അപ്പോൾ ആ മനുഷ്യർ എന്ത് ചെയ്യും? അങ്ങനെയുള്ള ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ട്. പിന്നെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, പല റെസ്ക്യൂസും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഒരു ചെറിയ കൊച്ച്, ഒരു 7 വയസ്സായ ഒരു കൊച്ച്, എന്നെ ഒരു അങ്കിളെന്ന് പറഞ്ഞ് അതിന് ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി. അമ്മയുടെയും ഫാദറിൻ്റെയും മദറും ഉണ്ടായിരുന്നു, അവരുടെ അനുവാദത്തോട് കൊണ്ടുപോയി. അപ്പോൾ സ്വന്തം അങ്കിളല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ പോയി കഴിഞ്ഞ് കൊച്ചിനെ കുറേ നേരം തന്നെ നടത്തി. അപ്പോൾ കൊച്ചു പറഞ്ഞു എനിക്ക് തിരിച്ചു പോകണം. അപ്പം ഇദ്ദേഹം പറഞ്ഞു ഇല്ലേ, കുറച്ചും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാം. അവസാനം ട്രെയിനിൽ കയറ്റി ഇരുത്തി കൊച്ചിനെ കൊണ്ടുപോയി. ഞാൻ നെറ്റ്വർക്ക് ചെയ്ത് പോലീസിനെ ഇവിടെ ഞാൻ ഇൻഫോം ചെയ്തു, FIR അവരോട് കൊടുക്കാൻ പറഞ്ഞു. പിന്നെ കൊച്ചിൻ്റെ എല്ലാ ഐഡൻറ്റിറ്റി എടുത്ത് ഫോട്ടോ എടുത്തു, എല്ലാം അയച്ച് ഈ കൊച്ചിനെ ഞാൻ ബീഹാറിൽ ട്രെയിൻ നിർത്തി. ബീഹാറിൽ എങ്ങനെ ട്രെയിൻ നിർത്തിച്ചു? എൻ്റെ ഒരു ഇതല്ലേ നെറ്റ്വർക്ക്. ഇത് നമ്മൾ തടയാനായിട്ട് നെറ്റ്വർക്ക് വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അമൃത് ദളിതാക്കും ഇന്ത്യ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ നെറ്റ്വർക്ക് ചെയ്ത് അമൃതിൽ കൂടെ മാത്രമല്ല, ഞാൻ സത്യാർത്ഥിയുടെ ബച്പൻ ബച്ചാവെ കൂടെ ഞാൻ ചെയ്തു. അപ്പോൾ അവർക്ക് ഓൾ ഓവർ ഇന്ത്യയിലെ അവർക്ക് പെർമിഷനുണ്ട് റെസ്ക്യൂ ചെയ്യാനായിട്ട്. അതുകൊണ്ട് അത് പാൻ ഇന്ത്യ ആണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ബീഹാറിൽ ചപ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിൻ നിർത്തി കൊച്ചിനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. സോ എനിക്ക് അത് ഒരു സക്സസ് സ്റ്റോറിയാണ്. ഞാൻ പലരും ചെയ്തിട്ടുണ്ട്, ബട്ട് ഇതൊരു ചെറിയൊരു കൊച്ചിനെ, 7 വയസ്സായ കൊച്ചിനെ ഞാൻ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നു. സോ ഇത് ഒരെണ്ണം എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള, ഇറ്റ്സ് എ ഗ്രേറ്റ് ജോയ്. യെസ്. സിസ്റ്ററെ, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഈ ഒരു പ്രവർത്തന മേഖലയിൽ സിസ്റ്ററിന് ഏതൊക്കെ തരത്തിലുള്ള ചലഞ്ചസ് അല്ലെ വെല്ലുവിളികളാണ് സിസ്റ്ററിന് അനുഭവപ്പെട്ടേക്കുന്നത്? എനിക്ക് പറഞ്ഞാൽ എൻ്റെ കോൺഗ്രിഗേഷൻ വളരെ ഓപ്പൺ ആണ് ഞാൻ ഈ ചെയ്യുന്ന ഒരു ജോലിക്ക്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കോൺഗ്രിഗേഷൻ്റെ സൈഡിൽ നിന്ന് ഒരു തടവുമില്ല. അവരെപ്പോഴും ഓപ്പൺ ആണ്. അവരെപ്പോഴും പറയുന്നത് ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ആർക്ക് ധൈര്യമുണ്ടോ പോയി ചെയ്തോ എന്നുള്ള പോലെ. ബട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ആളെ പെട്ടെന്ന് നമ്മൾക്ക് രക്ഷിക്കണം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ സ്റ്റേറ്റ് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഒരു സ്ലോനെസ് ഫ്രം ദ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ആ നേരത്ത് ഭയങ്കര നമ്മൾ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആണ്. എന്നുവെച്ചാൽ കൊച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ആ പെങ്കൊച്ച് പോവുകയാണ്, നമ്മൾ കൊണ്ടുവരണം എന്നുള്ള. അപ്പോൾ ഒരു ഭയങ്കര ഒരു ചാലഞ്ച് ആ മൊമെൻറ്റിൽ ഈ പോലീസിനെ പോയി കാണലും പിടിക്കലും, എങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നു. അതൊരു വളരെ ചിലപ്പോൾ തന്നെയൊക്കെ പോകേണ്ടി വരും. ചിലപ്പോൾ സമയം അത് വേസ്റ്റ്, പിന്നെ രാത്രിയൊക്കെ ആണെങ്കിലും അതും പ്രയാസമാണ് നമുക്ക്. അപ്പം അങ്ങനെ ഒരു ചലഞ്ചുണ്ട്. പിന്നെ ഒരു ചലഞ്ച് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വില്ലേജുകളിലാകുമ്പോൾ പിള്ളേരുടെ കയ്യിൽ ഒരു ID കാർഡ് ഇല്ല.
അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല. ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ഈ കൊണ്ടുപോകുന്ന ട്രാഫിക്കേഴ്സ്, ഈ കടത്തുന്നവരെ, അവരെ പെട്ടെന്ന് എന്ത് ചെയ്യും, അവർ പെട്ടെന്ന് ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി കൊച്ചിനെ 18 വയസ്സാണ്, കൊച്ചിപ്പോൾ ഒരു ഇച്ചിരി ഉയരം കൂടിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് 18 വയസ്സ് അല്ലെങ്കിൽ അവന് 18 വയസ്സെന്നും പറഞ്ഞ് അവരുണ്ടാക്കും. അപ്പം ആ ഒരു നേരത്തുള്ള ഒരു അത് ഭയങ്കര ചലഞ്ചിങ് മൊമെൻറ്റ്സ് അതെല്ലാം. എന്ന് വെച്ചാൽ നമ്മൾ അതിനെപ്പറ്റി ഒരു ഭയങ്കര പാഷനേറ്റാണ്. കൊച്ചുങ്ങളെ രക്ഷിക്കണം, പെൺകുട്ടികളെ രക്ഷിക്കണം, അല്ലെങ്കിൽ ആ യങ് ലേഡിയെ രക്ഷിക്കണം, അവൾക്ക് 2 കൊച്ചുങ്ങൾ ഇവിടെയുള്ളതാണ്, അവളെ വീണ്ടും കൊണ്ടുപോയി. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് നമുക്ക് ഒത്തിരി ഉണ്ട്. പിന്നെ ചിലപ്പം ട്രാഫിക്കേഴ്സിന് നമ്മളാണ് ഇതിൻ്റെ പിന്നിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചാലഞ്ച് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യത്തില്ല. ഞാൻ ഇപ്പോൾ മഹിളാ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും വില്ലേജിൽ, ഇവിടെ SHGs എന്നൊക്കെ പറയും, അവരെ കോണ്ടാക്ട് ചെയ്യും. ചിലപ്പോൾ ഈ യൂത്ത് ക്ലബ്സ് ഉണ്ടായിരിക്കും, അപ്പോൾ യൂത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്യും. പ്രത്യേകമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ കാത്തലിക് വിമനെ, കാത്തലിക് യൂത്തിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് പറയും, നിങ്ങളുടെ എവിടെ നിന്നാണ് പോയിട്ടുള്ളത്, ഇങ്ങനെ ഒരു കേസ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് അതൊന്നും. അപ്പോൾ അവർ പേടിപ്പെടുത്തുമ്പം ഈ ട്രാഫിക്കേഴ്സ് എന്ന് പറയുന്നതും ചിലപ്പോൾ അവിടെ നിന്ന് നിൽക്കുക. അപ്പം ഞാൻ പറയും, അവരെ ഇങ്ങനെ പറയുക, അവരെ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുക, അവർ നമ്മളെ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതുണ്ട്. ചിലപ്പം അവർ വന്ന് നമ്മളെ കാത്തുകൊണ്ടൊക്കെ ഇരിക്കും, ഇങ്ങനെ ഒരാളാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത്. അതൊരു ഭയങ്കര ചലഞ്ചാണ്. അപ്പം ഞങ്ങൾ അതിനുള്ള വഴികൾ ഞങ്ങളിങ്ങനെ നോക്കും. സോ ചലഞ്ചസ് ആർ പ്ലെൻറ്റി. നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എപ്പോഴും വേണം നമുക്ക് ഈ ഒരു ജോലിയിലൊക്കെ ഇടപെടാനായിട്ട്. യെസ്. സിസ്റ്റർ പൊതുവെ ഏത് തരത്തിലുള്ള കേസുകളാണ് കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്? ഉദാഹരണം പറയുകയാണെങ്കിൽ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ ആണോ, അതോ ബാലവേലയിൽപ്പെട്ട കുഞ്ഞുങ്ങളുടെ ആണോ, അതോ ഫോഴ്സ്ഡ് മാരേജസ് ആണോ, അതുപോലെ തന്നെ ഈ തൊഴിൽ വാഗ്ദാനങ്ങൾ നൽകി ചതിക്കപ്പെട്ട വ്യക്തികളുടെ ആണോ? അതേപോലെ തന്നെ എങ്ങനെയാണ് ഇവരെ റെസ്ക്യൂ ചെയ്യുന്നത്? അതിൻ്റെ ഒരു നിയമവശങ്ങളും ഉദാഹരണങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒന്ന് സംസാരിക്കാമോ? ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. ഇപ്പം ഞാൻ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞാൽ അതുപോലെ ഒരു കൊച്ചിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂത്തിനെ കുറേ പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഒരു 11 പേരെ ഞാൻ പറഞ്ഞില്ലേ കാശ്മീരിൽ പോയി, അവരെ ഇവിടെയൊക്കെ ഒരു ജോബ് മേള എന്നും പറഞ്ഞ് ഒരു മേളയുണ്ട്. ആ മേളയിൽ കുറേ ആൾക്കാർ വരും ജോബ് ഓഫർ ചെയ്തിട്ട്. ഈ വരുന്നവർ പകുതി മുക്കാലും ഈ കടത്തുകാരായി വരുന്നത്. ഇതൊക്കെ വിത്ത് ഗവൺമെൻറ് അപ്രൂവലാണ് അവർ ചെയ്യുന്നത്. ബട്ട് പകുതി മുക്കാലും അതിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ട്രാഫിക്കേഴ്സാണ് അതിലുള്ളത്. അപ്പം ഈ യൂത്ത് ചിലപ്പോൾ കാശ്മീർ കാണാൻ, ഡൽഹി കാണാമെന്നും പറഞ്ഞ് പോകും, ജോലിയും കിട്ടുമല്ലോ എന്നും പറഞ്ഞ് അവർ പോകും. ബട്ട് ആക്ച്വലി അത് അവരവിടെ എത്തുമ്പം സംഗതികൾ വേറെ വിധത്തിലാണ് നടക്കുക. അത് ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഞാൻ യൂത്തിനെ കുറേ പേരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അഡൾട്ടിനെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ കേരളത്തിൽ ജോലി ചെയ്ത് തിരിച്ചു വരുമായിരുന്നു. വരുന്ന വഴിക്ക് ട്രെയിനിൽ എന്തോ ഒരു മരുന്നിട്ടിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എപ്പോഴും അങ്ങനെയാണ്. ട്രെയിനിൽ വരുന്ന പാവങ്ങളായി കണ്ട ആ മനുഷ്യരെ 40-45 വയസ്സായവരെ എപ്പോഴും ട്രെയിനിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ പോയി. അപ്പോൾ ഉടനെ അവരുടെ വില്ലേജസ്, ഞാൻ ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ട് അവർ ഉടനെ എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ആ മനുഷ്യനെ ഞാൻ ഹരിയാനയിലായിരുന്നു ആ മനുഷ്യൻ. അപ്പോൾ ഹരിയാനയിൽ നിന്ന് അതിനെ രക്ഷിച്ചു. പിന്നെ ഈ 12 പേര് കാശ്മീരിൽ നിന്ന് ആ പിള്ളേർക്ക് പല വഴികളും അവരുടെ പേരൻസിനോട് പറഞ്ഞ് അവർ കുറേ പേര് വന്നു. 11 പേരിൽ 11 തിരിച്ചു വന്നില്ലേ, വന്നത് ആ കൂടെ 7 പേരാ. ബാക്കിയുള്ളവർ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, അവർക്കും അറിയത്തില്ല. പിന്നെ വേറൊരു കൊച്ചിനെ, അവനൊരു 10-14 വയസ്സുള്ളപ്പോൾ അവനെ ട്രാഫിക് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ളതാണ്. ആരോ ജോലി പ്രോമിസ് ചെയ്ത് വീട്ടിൽ നിന്ന് ആ കൊച്ചിനെ കൊണ്ടുപോയി. 10-14 വയസ്സ് അവന് ഒന്നും ഉള്ളൂ. പിന്നെ അവൻ അവിടെ, എനിക്ക് 15 ഉണ്ടായിരിക്കും. പിന്നെ അവൻ അവിടെ ജോലി ചെയ്തൊരു 3 വർഷം. അവിടെ ജോലി ചെയ്തിട്ട് കൊച്ചിന് ഫോണിൻ്റെ ആക്സസ് ഇല്ല, ആരോടും പുറത്ത് പോകാൻ പാടില്ല. കൊച്ചു നോക്കുന്നത് ഈ എരുമകളെയൊക്കെ, ആനിമൽസിനെ നോക്കുക. അപ്പോൾ ഈ ആനിമൽസിൻ്റെ കൂടെയാണ് അവനെ കിടത്തുന്നത്. അനിമൽസ് ഒരു സൈഡിൽ, ഇവൻ കിടക്കുന്നത് ആ വൈക്കോലെല്ലാം ഇട്ടിട്ട് അവിടെ അതിൻ്റെ മേലാണ് ഇവൻ കിടന്നുറങ്ങുന്നത്. ചോറ് കഞ്ഞിയെല്ലാം അവിടെ കൊണ്ടുപോകുന്ന വെച്ചാൽ അവിടെ വെച്ച് കഴിക്കുന്നു വെച്ച്. കൊച്ചിനെ എങ്ങനെയെങ്കിലും അവിടുന്ന് തിരിച്ചു വരണം. ഇവനെ ആരോ എങ്ങനെയോ ഒരു ദിവസം കൊച്ചിനെ മൊബൈൽ കിട്ടിയപ്പോൾ കൊച്ചിന് വീട്ടിലേക്ക് വിളിച്ചു. അപ്പം വീട്ടിലേക്ക് വിളിച്ചപ്പം പറഞ്ഞു,
ഇങ്ങനെയൊരു സിസ്റ്ററുണ്ട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് നീ ആ സിസ്റ്ററിനെ ഒന്ന് വിളിച്ചു. അപ്പോൾ കൊച്ചു തന്നെ എനിക്ക് തിരിച്ച് എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരി, നീ അപ്പോൾ എവിടെയാ? കൊച്ചെന്നോട് പറഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞു കൊച്ചു ഫോൺ ഓഫാക്കി വെക്കും. അങ്ങനെ കൊച്ച് അപ്പം ഞാൻ പിന്നെ നെറ്റ്വർക്കിൽ കൂടെ സിസ്റ്റേഴ്സിനെയൊക്കെ ഇൻഫോം ചെയ്തു, ഞങ്ങളുടെ നെറ്റ്വർക്കിൽ ഇങ്ങനെ കൊച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള ഒരു മനുഷ്യൻ, റെസ്ക്യൂ ടീമിലുള്ള ഒരു ആളെ പേര് കിട്ടി എനിക്ക്. അപ്പോൾ അങ്ങനെ ആ ആളോട് പറഞ്ഞ് അവർ റെസ്ക്യൂ ടീമായിട്ട് രാത്രി ജീപ്പും കൊണ്ടുപോയി പഞ്ചാബിൽ പോയി ആ കൊച്ചിനെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് പോലീസ് എസ്കോർട്ടായിട്ട് കൊച്ചിനെ രാജധാനിയിൽ തിരിച്ചു കൊടുക്കുക. അവന് 18 വയസ്സായിരുന്നു. അപ്പോൾ കൊച്ചവിടെ 15 വയസ്സ് അങ്ങോട്ടുള്ളപ്പോൾ പോയതാണ്. അപ്പം അങ്ങനെ ഞാൻ പല വിധത്തിലും ആൾക്കാരെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. യൂത്ത്, യങ് പീപ്പിൾ, അഡൽട്ട്സ് എല്ലാവരും ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. യെസ്. സിസ്റ്ററെ, ഈ മനുഷ്യക്കടത്തുകാർ ആരാണ് യഥാർത്ഥത്തിൽ? മനുഷ്യക്കടത്തുകാരാരാന്ന് ചോദിച്ചാൽ ആർക്കും ആവാം. ഇപ്പം ഒരാൾ നമ്മുടെ അടുത്ത് നല്ല പരിചയപ്പെട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് ആരാന്ന് അറിയത്തില്ല. അത് ചിലപ്പം മനുഷ്യക്കടത്തുകാരാകാം. നമ്മുടെ വീട്ടിലേക്ക് പലരും വരുന്നു, പരിചയമുള്ളവർ വരുന്നു, പരിചയമില്ലാത്തവർ വരുന്നു, അവരും ആകാം. അവർ എന്ത് ഉദ്ദേശത്തിന് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പലരും ആദ്യത്തെ ഇവരൊരു ഒരു ഒരു നെറ്റ്വർക്കാണ് അവരുടെ. അപ്പോൾ ഈ വില്ലേജിൽ തന്നെ ആരെങ്കിലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ അവരുടെ തന്നെ സ്വന്തം അങ്കിൾസ് ആയിരിക്കാം. ഇപ്പം ഈ കൊച്ചിനെ ഞാൻ പറഞ്ഞ ഒരു കേസ് പറഞ്ഞത്, ആ കൊച്ചിനെ കൊണ്ടുപോയത് സ്വന്തം അങ്കിളാണ്. അമ്മയുടെ അനുജത്തിയുടെ ഹസ്ബൻഡെ കൊണ്ടുപോയി രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി വിൽക്കാനായിരുന്നു. എന്നുവെച്ചാൽ ഫോണിൽ കൂടെ പറഞ്ഞു, ഞാൻ ഒരു നല്ല സാധനം കൊണ്ടുപോയി നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ നല്ല പൈസ കിട്ടുമെന്ന്. അപ്പം ഈ അങ്കിൾ വന്ന് കൊണ്ടു, അപ്പം നമ്മുടെ സ്വന്തം ബന്ധുക്കളാകാം ട്രാഫിക്കേഴ്സ്. പിന്നെ ചിലയിടത്ത് നമുക്ക് അറിയാവുന്ന ചില ലീഡേഴ്സ് ആകാം, നമുക്കറിയത്തില്ല. ആരാണ് ഇവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? ആര് ഇൻഫർമേഷൻ കൊടുക്കുന്നത്? അയാൾ ട്രാഫിക്കറാണ്, അവർ ഈ കടത്തുകാരാണ്. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ഇല്ല, ബട്ട് ഞാൻ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇതിലൊരു ഭാഗമാണ്, ഇതിലൊരു അംഗമാണ്. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ വരും, ഒരു നോക്കും ഈ വീടിൻ്റെ സ്ഥിതി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കി പിന്നെ അവരെ കൊണ്ടുപോകും. അപ്പം അങ്ങനെ ആരും നമ്മളോട് ക്ലോസ് ആയവരും കടത്തുകാരാകാം, നമ്മുടെ ഫ്രണ്ട്സ് ആകാം, നമ്മുടെ റിലേറ്റീവ്സ് ആവാം. ചിലരെ അറിവില്ലാതെ പറയും. ഒരാൾ വന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു കൊച്ചിനെ വേണം ഇങ്ങനെ ജോലി ചെയ്യാനായിട്ടെന്ന് പറഞ്ഞാൽ അപ്പം പറയും, ഒരു കൊച്ചു ഇവിടെയുണ്ട്, അവളുടെ വീട്ടിൽ ഒന്നുമില്ല, എന്നാൽ അവളെ ഒന്ന് പോയി കണ്ടു നോക്കാം, അപ്പോൾ കിട്ടും. അപ്പം നമ്മളെ അറിയാതെ തന്നെ നമ്മളും ഈ കടത്തുകാരെ ആവുകയാണ്, അറിവില്ലാതെയാണ് നമ്മൾ ഈ കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കുന്നത് ആർക്കാണെന്ന് നമ്മളെപ്പോഴും ആലോചിച്ച് വേണം, ഇൻഫർമേഷൻ കൊടുക്കുന്ന ആർക്കാണ് നമ്മളെപ്പോഴും ആലോചിച്ച് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ അറിയുന്നവരോ അറിയാത്തവരോ ബന്ധുക്കളോ റിലേറ്റീവ്സോ ആര് വേണമെങ്കിലും ആകാം ഈ ട്രാഫിക്കേഴ്സ്. പുറത്തുനിന്ന് തന്നെ വരണമെന്നില്ല, ബട്ട് ഇൻസൈഡ് ആദ്യം ട്രാഫിക്കേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് അവർ ഇൻഫർമേഷൻ കൊടുത്ത് പിന്നെ അവിടുന്ന് അവർക്കൊരു മോഡസ് ഒപ്പറാൻഡി എന്ന് പറയും, അവർക്കൊരു മെക്കാനിസം ഉണ്ട് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന് ഫോൾസ് പ്രോമിസസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ ട്രാഫിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വർഗ്ഗമില്ല, ആര് വേണമെങ്കിലും. ആദ്യത്തെ ട്രാഫിക്കേഴ്സ് നമ്മുടെ തന്നെ വില്ലേജിൽ ഉണ്ടായിരിക്കും. സിസ്റ്ററെ, ഈ ഒരു വിക്ടിംസ് സമൂഹത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാ? ഏതൊരു കാറ്റഗറിയിൽ നിന്നുള്ളവരാ കൂടുതലും? നമ്മളിപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ചോദിച്ചാൽ ഞാൻ പറയാം, വിക്ടിംസ് റിച്ച് പീപ്പിൾക്കാകാം. ഇന്നിപ്പോൾ നമുക്ക് മൊബൈലുണ്ട്, സോഷ്യൽ മീഡിയയിൽ കൂടെ പല വിധത്തിലുള്ള ഫ്രോഡ് ഇൻഫർമേഷൻ കൊടുത്തിട്ട് പല കുട്ടികളും റിച്ച് ഫാമിലിയിൽ നിന്നും പോയിട്ട് ദേ ആർ ഓൾസോ ഫോളോയിങ് ഇൻ ടു ദിസ് ട്രാപ്പ്. അപ്പോൾ റിച്ച് ആയിരിക്കാം, ബട്ട് മെയിനായിട്ടുള്ളത് സ്ലമ്മിലെ പാവങ്ങൾ, ട്രൈബൽസ്, പാവം ട്രൈബൽസ്. ഇപ്പം ഞാൻ നോർത്ത് ഈസ്റ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ ടീ ഗാർഡൻസിൽ ജോലി ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് ഒത്തിരി വിക്ടിംസാണ്. ഇവിടെ ഈ ട്രാഫിക്കിങ് നടത്തുന്നത് വിതിൻ ദ സ്റ്റേറ്റിലായിരിക്കും, ചിലപ്പോൾ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഔട്ട്സൈഡ് ദ നേഷൻ ആയിരിക്കാം. സോ നമ്മൾ പൊതുവെയായിട്ട് പറഞ്ഞ ഇതിൻ്റെ വിക്ടിംസ് വരുന്നത് ലോവർ സ്ട്രേറ്റ പീപ്പിൾ, ലോ കാസ്റ്റ്, പൂറസ്റ്റ്, അങ്ങനെ. ബട്ട് ഇതെല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. ചിലപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകുന്നു, റിച്ച് പേഴ്സൻ്റെ ആളായിരിക്കും സ്കൂളിൽ പോകുന്നത്. ആ കൊച്ച് സ്കൂളിൽ നിന്ന് കാറിലേക്ക് കയറുന്ന ഇടയ്ക്ക് ട്രാഫിക്കേഴ്സ് അവിടെ ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവരും വിക്ടിംസ് ആയിരിക്കാം. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വിക്ടിംസ് ആയിരിക്കാം. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കണം വിക്ടിം ആവാതിരിക്കാനായിട്ട്. ബട്ട് ഫാമിലീസ് നിന്ന് കൊണ്ടുപോകുന്ന മിക്കതും പുവർ ഫാമിലീസ്, പുവർ ലോ കാസ്റ്റ് ഫാമിലീസ്, ഓക്കെ, അറിവില്ലാത്തവരെ, അൺഎഡ്യൂക്കേറ്റഡ് ഫാമിലീസ്, അങ്ങനെ കൊണ്ടുപോകാം. യെസ്.
സിസ്റ്ററെ, ഈ ഇരകളെയൊക്കെ നമ്മൾ രക്ഷിച്ച് നമ്മൾ കൊണ്ടുവരുമല്ലോ, അവരെ എങ്ങനെയാണ് നമ്മളൊരു നോർമൽ ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നത്? അവരെ നമ്മുടെ കൂടെ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണോ, അതോ അവരെ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വിടുകയാണോ? അതുപോലെ തന്നെ വൺസ് അവരൊരു നോർമൽ ആയതിനു ശേഷം വീണ്ടും ഒരു റീട്രാഫിക്കിങ്ങിനുള്ള സാധ്യതകളുണ്ടോ? ആ ഈ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കൊച്ചിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അതിനൊരു പ്രോസസ്സുണ്ട്. അത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെ ഉടനെ നമ്മൾ CWC എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്ന് പറഞ്ഞ നോഡൽ ഏജൻസി ഉണ്ട്. അവരെ ഇമ്മീഡിയറ്റ്ലി പോലീസ് ഇൻഫോം ചെയ്യണം, ഇങ്ങനെ ഒരു കൊച്ചുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ഷെൽട്ടർ ഹോംസ് ഉണ്ട്. ഒന്ന് CCI, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. പിന്നെ വേറെ ഒരെണ്ണമുണ്ട് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് എല്ലാം. അപ്പോൾ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരൊക്കെ വെച്ചിരിക്കും? ഇപ്പം നമ്മുടെ ബോർഡിങ്സ് അല്ല, അവർക്കൊക്കെ JJ ആക്ട് ഉണ്ട്. ആ JJ ആക്ട് അനുസരിച്ചാണ് നമ്മുടെ ബോർഡിങ്സ് ഒക്കെ ഇപ്പം നടക്കുന്നത്. പണ്ട് അതിൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് റൂൾ വെച്ചിട്ടുണ്ട്, ഈ JJ ആക്ടിൻ്റെ റൂൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ റൂൾ അനുസരിച്ച് എല്ലാ ബോർഡിങ്ങും JJ ആക്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം CCIs എന്ന് പറഞ്ഞാൽ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന പിള്ളേരെ 99% അവർ CWC ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അവിടെ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് അവർക്ക് കൗൺസിലിംഗ് ഉണ്ട്, പല ഇതുണ്ട്. അപ്പോൾ ഈ CCIയിൽ വൺസ് അവർ എത്തിക്കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കൊച്ചിന് കൗൺസിലിംഗ് കൊടുക്കുക, കൊച്ചിന് എഡ്യൂക്കേഷൻ വേണമെങ്കിൽ എഡ്യൂക്കേഷൻ കൊടുക്കുക, അങ്ങനെയുള്ളത്. പിന്നെ കുറച്ച് പേരൊക്കെ 18, 19, 20 ആയവരൊക്കെ ആകുമ്പം അവരെ വേറെ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞ് അവരെ പിന്നെ ഞങ്ങളെല്ലാവരും പലരും നടത്തുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനിലും കൊണ്ടുവന്ന് അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവരെ ചിലർക്ക് വീട് എവിടെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർ CCIയിൽ തന്നെ നിൽക്കും. കുഞ്ഞ് ചെറുപ്പത്തിൽ 5 വയസ്സിലെ 6 വയസ്സിലെ 3 വയസ്സിലൊക്കെ വിറ്റ കുട്ടികൾക്കൊന്നും വീട് അറിയത്തില്ല, വില്ലേജ് അറിയത്തില്ല. അപ്പോൾ അവർ CCIയിൽ തന്നെ ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ നിൽക്കും. ബട്ട് അറിയാമെന്ന് വെച്ചാൽ അവരെ അവരുടെ മാതാപിതാക്കരായിട്ട് ഞങ്ങൾ അവരെ ഏൽപ്പിക്കും. അവർക്ക് പഠിക്കാനായിട്ടുള്ള ഞങ്ങൾ പറയും, സ്കൂളിൽ വിടാൻ പറയും. അവർക്കിപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും അവരെ. പിന്നെ സ്കിൽ ട്രെയിനിങ്സ് പഠിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും വീണ്ടും. പിന്നെ ഈ ചൈൽഡ് സെൻറ്റേഴ്സ് ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ലോ എന്ന് പറയുന്നത് എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കൊച്ച് ദേഷ്യത്തിൽ 18 താഴെയുള്ള ഒരു കൊച്ച് ദേഷ്യം വന്നപ്പോൾ ഒരു തോക്കെടുത്തിട്ട് അങ്ങോട്ട് വെടിവെച്ച് കൊന്നു അതിൻ്റെ ഫ്രണ്ടിനെ. അപ്പോൾ ഈ കൊച്ചിനിപ്പോൾ എന്ത് ചെയ്യും? കൊച്ച് 18 വയസ്സായിട്ടില്ല. ആ കൊച്ചിനെ നമുക്ക് പ്രിസണിൽ ഇടാൻ പാടില്ല. ആസ് പെർ ദ ലോ ഈ ചിൽഡ്രൻ ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ദ ലോ അവിടെ വയ്ക്കും. എന്തെങ്കിലും ഹാം വേറൊരു ആൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവരെ അങ്ങനെ വയ്ക്കും. അപ്പോൾ ഈ ട്രാഫിക് വിക്ടിംസിനെ ഞങ്ങൾ അവരെ കൊണ്ടുവന്ന് സാധാരണ റീഹാബിലിറ്റേറ്റ് ചെയ്യും. അവരെ ടു സ്റ്റാൻഡ് ദെയർ ഓൺ ഫീറ്റ് സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കും. പിന്നെ ഒരു സംഗതിയുണ്ട്, പെൺകുട്ടികൾ കുറേ നാൾ പ്രോസ്റ്റിറ്റ്യൂഷനിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കൊരു സ്റ്റിഗ്മ ഉണ്ട്. വീട്ടുകാർക്ക് വേണ്ട, അവർ ഇത്ര വർഷം ഈ ഒരു ജോലി ചെയ്തിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട, അവർക്ക് വല്ല HIV AIDS ഒക്കെ ഉണ്ടാവുന്നു, അങ്ങനെയുള്ളതും വെച്ച് അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്ടാവുമ്പോൾ ഇവർക്ക് തന്നെ തോന്നും നമ്മൾ വീണ്ടും തിരിച്ച് അതേ ജോലിയിൽ പോകുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ വിചാരിച്ച് കുറേ പേരൊക്കെ അവർ തന്നെ ഇനീഷ്യേറ്റീവിൽ അവർ തിരിച്ചു പോകും, വലിയ പെൺകുട്ടികൾ. ബട്ട് അധികം പോകത്തില്ല, എന്നാലും പോകുന്നവരുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഓൺ ദെയർ ഓൺ ഫീറ്റ് ദേ സ്റ്റാൻഡ്. സിസ്റ്ററെ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഒരു പ്രവർത്തന ജീവിതം, ഈ ഒരു ചലഞ്ചസ് നിറഞ്ഞ മിനിസ്ട്രി ജീവിതം നിർത്താം, കുറച്ചും കൂടെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള സമാധാനപൂർവമായ ജീവിതം നയിക്കാമെന്ന്? അതൊരു ടെംപ്റ്റേഷനാണ് ഈ ഒരു സമർപ്പിത ജീവിതത്തിൽ. എല്ലാവരും നല്ല സ്കൂളുകളിലും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലും നല്ല സേഫ് ആയിട്ടുള്ളവർക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ പോകാന്നുള്ളൊരു ടെംപ്റ്റേഷനാണ്. ബട്ട് ഞാൻ അങ്ങനെ അധികം അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കും എൻ്റെ സ്വന്തം വീട്, സ്വത്ത്, എൻ്റെ സ്വന്തം അമ്മയും അപ്പനും ചേച്ചിമാരെയും അനുജത്തിമാരെയും എല്ലാവരെയും ഞാൻ വേണ്ടെന്ന് വെച്ച് യേശുവിൻ്റെ ഒരു പിൻഗാമിയായി വരാമെന്ന് വിചാരിച്ച ഒരാൾ ഞാൻ എന്തുകൊണ്ട് കംഫർട്ട് നോക്കുന്നു എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കും.
ഞാൻ എപ്പോഴും വിചാരിക്കും യേശുവിൻ്റെ ഫുഡ് സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട് ഞാൻ അതേപോലെ തന്നെ ജീവിക്കണം. അതാണ് എൻ്റെ കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന് ഞാൻ വിചാരിക്കുക. അപ്പം അതുകൊണ്ട് ഞാൻ യേശു ആരുടെ അടുത്താ പോയെ? ഹെൽപ്ലെസ് ആൾക്കാരുടെ അടുത്താ പോയെ, പൈസ ഇല്ലാത്തവരുടെ അടുത്ത് പോയി, സൊസൈറ്റിയിൽ ആരെ താഴെ നോക്കി അവരെ അന്വേഷിച്ച് പോയി, അവർക്ക് വേണ്ടി നിന്നു. അപ്പം അതുപോലെ അപ്പം യേശുവിനും കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു ഇൻ ലൈഫ്, നമുക്കറിയാം അത്. അപ്പം അതേപോലെ നമുക്കും ചലഞ്ചസ് ഉണ്ടായിരിക്കും. ആകെ കൂടെ എനിക്ക് വേണ്ടത് ഞാൻ എപ്പോഴും വിചാരിക്കുക എൻ്റെ വിശ്വാസം, മൈ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ആൻഡ് പ്രെയർ. ഇത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. അത് അങ്ങനെ നമുക്കൊരു ഫെയ്ത്ത് ആൻഡ് പ്രെയർ ലൈഫ് നമ്മുടെ ഡീപ്പാണെങ്കിൽ എന്ത് ചലഞ്ച് വന്നാലും നമ്മൾ ഓക്കെ, നമ്മൾ ഒരു യേശുവിൻ്റെ ഒരു ഫോളോവറാണ്, അപ്പം നമുക്ക് അതില്ലാതെ ഒരു ജീവിതമില്ല എന്നുള്ളത് വരും. കംഫർട്ട് ലൈഫ് ഒരു ടെംപ്റ്റേഷനാണ്, ബട്ട് ഞാൻ ഇതുവരെ അങ്ങോട്ട് തിരിഞ്ഞിട്ടില്ല. ഐ ലൈക്ക് ടു ലിവ് ദിസ് ചലഞ്ചിങ് ലൈഫ്. ഓക്കെ സിസ്റ്ററെ, മനുഷ്യക്കടത്ത് എന്താണ്, മനുഷ്യക്കടത്തുകാർ ആരാണ്, അതുപോലെ തന്നെ ഈ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് സെല്ലിൽ നമ്മുടെ സിസ്റ്റേഴ്സ് സന്യസ്തർ അവരുടെ വെല്ലുവിളികളും അതിൻ്റെ സത്യാവസ്ഥകളും ഒക്കെ ഷെയർ ചെയ്ത സിസ്റ്റർ പ്രേമയ്ക്ക് ഗുഡ്നസ് ടിവിയുടെ ഹൃദയം നിറഞ്ഞ നന്ദി. ഓക്കെ, താങ്ക് യു.